ബി.ജെ.പിയിൽ ചേർന്നാൽ ബി.ജെ.പിക്കൊപ്പം നടന്നാൽ കേസുകൾ തീരുമോ? 2014 മുതൽ ബി.ജെ.പിയിലെത്തിയ 23 നേതാക്കളുടെ കഥയാണിത്. എൻ.സി.പിയുടെ നെടുന്തൂണുകളായിരുന്ന അജിത് പവാറും പ്രഫുൽ പട്ടേലും ഇക്കഴിഞ്ഞ വർഷമാണ് പാർട്ടി പിളർത്തി എൻ.ഡി.എയിലെത്തിയത്. അജിത് പവാറിനെതിരായ 25,000 കോടി രൂപയുടെ കോപ്പറേറ്റീവ് ബാങ്ക് അഴിമതി കേസ് ഇ.ഡി. അവസാനിപ്പിക്കുകയാണ്. സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ് ഇനി ബാക്കി. വ്യോമയാന അഴിമതി കേസിൽ പ്രഫുൽ പട്ടേലിന് CBIയും ക്ലീൻ ചിറ്റ് നൽകി. ഇതിന് എൻ.ഡി.എയിലെത്തി 8 മാസത്തെ സമയമേ വന്നുള്ളൂ. മറ്റുള്ളവരുടെ കഥ ഇങ്ങനെ. സ്വന്തം കമ്പനിയിലെ ക്രമക്കേടുകളിലാണ് ശിവസേന നേതാവ് പ്രതാപ് സർനായിക്കിനെതിരെ 2020 ഇ.ഡിയുടെ അന്വേഷണം. 2022 ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം സർനായിക് എൻ.ഡി.എയിലെത്തി. പിന്നെ നടപടികളൊന്നുമില്ല. ഭാവന ഗവാലി എന്ന ശിവസേന നേതാവിനെതിരെ കള്ളപ്പണ കേസിൽ 2021 ഓഗസ്റ്റിലായിരുന്നു ഇ.ഡിയുടെ റെയ്ഡ്. 1 വർഷം തികയും മുന്നേ ഭാവനയും ഷിൻഡെയ്ക്കൊപ്പം എൻ.ഡി.എയിലെത്തി. കേസിൽ 3 വർഷമായിട്ടും അനുബന്ധ കുറ്റപത്രമില്ല. ശിവസേന MLA ആയിരുന്ന യാമിനിക്കും ഭർത്താവ് യശ്വന്ത് യാദവിനുമെതിരെ ഫെമ നിയമലംഘനത്തിന് 2022 മെയ് മാസത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെയും ഇ.ഡിയുടെയും അന്വേഷണം തുടങ്ങിയത്. തൊട്ടടുത്ത മാസം ഇരുവരും ഷിൻഡെയ്ക്കൊപ്പം എൻ.ഡി.എയിലെത്തി. പിന്നീട് അങ്ങോട്ട് കേസ് അനങ്ങിയില്ല. പഞ്ചസാര ഫാക്ടറി തട്ടിപ്പ് കേസിലാണ് 2023 മാർച്ചിൽ ഹസൻ മുഷ്രിഫ് എന്ന എൻ.സി.പി നേതാവിനെതിരെ ഇ.ഡി റെയ്ഡും അന്വേഷണവും തുടങ്ങിയത്. 4 മാസത്തിനുള്ളിൽ ഹസൻ മുഷ്രിഫ് അജിത് പവാറിനൊപ്പം എൻ.ഡി.എയിലെത്തി. ആ കേസിലും തുടർ നടപടികളില്ല. രാഹുൽ ഗാന്ധി അപമാനിച്ചെന്ന് പറഞ്ഞ് കോൺഗ്രസ് വിട്ടയാളാണ് ഇപ്പോഴത്തെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അഴിമതി കേസുകളിൽ 2014 CBIയും 2015 ഇ.ഡിയും അന്വേഷണം തുടങ്ങി. 2015 ഹിമന്ത ബി.ജെ.പിയിൽ. 9 വർഷമായിട്ടും പിന്നെ നടപടിയൊന്നുമില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന സുവേന്ദു അധികാരിക്കെതിരെ നാരദ വെബ്സൈറ്റിലെ സ്റ്റിംഗ് ഓപ്പറേഷൻ പുറത്തു വന്നത് 2016 2017 CBI കേസെടുത്തത്. 2020 സുവേന്ദു അധികാരി ബി.ജെ.പിയിൽ ചേർന്നു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും. കേസിൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല. എൻ.സി.പി നേതാവായ ഛഗൻ ഭുജ്ബാൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ എൻ.ഡി.എയിലും കോൺഗ്രസ് നേതാവായിരുന്ന അശോക് ചവാൻ ഈ ഫെബ്രുവരിയിൽ ബി.ജെ.പിയിലും എത്തി. ഛഗൻ ഭുജ്ബാലിനെതിരായ കേസിൽ വിചാരണ തുടരുകയാണ്. ചവാനെതിരായ കേസിൽ വിചാരണയ്ക്ക് സ്റ്റേയുണ്ട്. MP ആയിരുന്ന നവീൻ ജിൻഡാലാണ് കോൺഗ്രസിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ബി.ജെ.പിയിലേക്ക് കൂടുമാറ്റം ചെയ്ത നേതാവ്. UPA സർക്കാരിന്റെ കാലത്തെ കൽക്കരിപ്പാടം വിതരണ അഴിമതിയിലെ ആരോപണ വിധേയരിൽ പ്രമുഖനായിരുന്നു നവീൻ ജിൻഡാൽ. 2016 CBI നടപടി തുടങ്ങിയത്. പിന്നെ ഇ.ഡിയും. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഇക്കുറി ബി.ജെ.പി സ്ഥാനാർത്ഥിയാണ് നവീൻ ജിൻഡാൽ. ഇനി ഈ കേസുകൾ ഏതു വഴിയിൽ പോകുമെന്ന് കണ്ടറിയണം.